بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العظيم. അഭിവന്ദരായ നമ്മുടെ സ്ഥാപനങ്ങളുടെ കാര്യദർശി എ.വി. ഉസ്താദ് അവർകളെ, നടക്കാനിരിക്കുന്ന മുഖാമുഖത്തിന് ചുക്കാൻ പിടിക്കുന്ന അഭിവന്ദരായ എം.ടി. അബൂബക്കർ ദാരിമി ഉസ്താദ് അവർകളെ, സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള മഹാന്മാരായ പണ്ഡിത സുഹൃത്തുക്കളെ, ഈ പരിപാടി വീക്ഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മറ്റു സംഘടനാ സുഹൃത്തുക്കൾക്ക് ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ വലിയ പ്രസംഗങ്ങളല്ല ഇനി നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ ഇനമായ മുഖാമുഖം ഇവിടെ എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതുണ്ട്. ഇവിടെ മുജാഹിദിന്റെ പ്രവർത്തകന്മാർ അവർ ഈ മുമ്പിൽ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ചെയറിൽ എപ്പോൾ വന്നിരിക്കുന്നോ ആ സമയത്ത് നമ്മുടെ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മുജാഹിദിന്റെ പ്രവർത്തകന്മാർക്ക് വളരെ ഹൃദ്യമായ ഭാഷയിൽ പരിപൂർണമായ ഉത്തരവാദിത്വത്തോടുകൂടെ ഈ ചെയറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും പരിപൂർണമായി നമ്മുടെ വേദിയിലുള്ള ഉസ്താദുമാരും ബഹുമാനപ്പെട്ട ദാറുസ്സലാമിന്റെ സന്തതികളും പരിപൂർണമായി നിങ്ങൾക്ക് തരുമെന്ന് ആദ്യമായി ഉറപ്പു നൽകുകയാണ്. ഇവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതമായ പരിശുദ്ധ ഇസ്ലാം ബഹുമാനപ്പെട്ട സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഈ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ എത്തിയിട്ടുള്ള പരിശുദ്ധമായ ഈ ദീൻ കാമ്മിലായ ദീനാണ്. പരിപൂർണമായ ദീൻ ഉത്തമ നൂറ്റാണ്ടിൽ സ്വഹാബികളിലൂടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ആ പരിശുദ്ധമായ ദീൻ മാറ്റത്തിരുത്തലുകളും മാറ്റിമറിക്കലുകളും ഇല്ലാതെ ഖിയാമത്ത് നാൾ ഇവിടെ നിലനിൽക്കണം എന്നതാണ് ഇവിടെ കേരളത്തിലെ പണ്ഡിത പരമോന്നത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഭൗതികമായ താൽപര്യങ്ങൾക്ക് വേണ്ടിയോ ആളുകൾക്കിടയിൽ മെജോറിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ല ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ആവശ്യകത മുമ്പ് നടന്നിട്ടുള്ള സ്വാഗത പ്രസംഗത്തിലും മറ്റുമൊക്കെ വളരെ വ്യക്തമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇവിടെ നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ സമീപത്ത് വളരെ രഹസ്യമായി ആരുമറിയാതെ വന്നുപോയി മുഖാമുഖ നാടകം നടത്തിയിട്ടുള്ള ഇവിടെ സക്കരിയ സ്വലാഹിന്റെ പക്ഷക്കാരായ ജിന്നൂരികളായ ആളുകൾ നടത്തിയിട്ടുള്ള കള്ളപ്രചരണങ്ങൾക്ക് വളരെ തുറന്ന മുഖാമുഖത്തിലൂടെ മറുപടി പറയണമെന്ന വ്യക്തമായ ധാരണയുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പരസ്യമായ ഒരു വേദി നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന മഹിതമായ ഈ ആദർശം കേരളത്തിന്റെ മണ്ണിൽ നെഞ്ചുറപ്പോടുകൂടെ ഇവിടെ നിലനിൽക്കുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ അതിന്റെ പത്തരമാറ്റോടുകൂടെ അത് സമുദായത്തിന് മുമ്പിൽ അതിന് അർഹിക്കുന്ന തെളിവുകളോടുകൂടെ പറഞ്ഞുകൊടുക്കാനുള്ള രേഖകളും തെളിവുകളും അഹ്ലുസ് സുന്നയുടെ പക്കൽ ഉണ്ട് എന്ന വസ്തുത ആരും മറന്നുപോകരുത്. സാധാരണ പ്രസംഗത്തിൽ അവരെ പരിഹസിക്കാറുള്ളതുപോലെ ആ വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഇവിടെ ചോദ്യോത്തര പരിപാടി നടക്കേണ്ടതുണ്ടായതുകൊണ്ട് മറ്റുള്ള ആമുഖങ്ങളൊക്കെ അവസാനിപ്പിച്ച് ചില വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഇതിന് തൊട്ടുമുമ്പ് സക്കരിയ സ്വലാഹിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ള മുഖാമുഖ നാടകത്തിൽ ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗത്തിൽ ഹൈത്തമി സൂചിപ്പിച്ചതുപോലെ ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിച്ചുകൊണ്ട് പോയിട്ടുള്ള മുജാഹിദ് പ്രവർത്തകന്മാരെ ഹാർദവമായി സ്വാഗതം ചെയ്യാനാണ് ഇവിടെ സുരക്ഷിതമായ ഒരു വേദി നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. നമ്മളിവിടെ എത്രയോ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ 10 മടങ്ങ് ആളുകൾ ബൈലക്സിലൂടെ
കേരള ഇസ്ലാമിക് ക്ലാസ്സിലൂടെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങളായി ഈ പരിപാടിക്ക് പരസ്യങ്ങൾ നൽകി എല്ലാം ഔദ്യോഗികമായി തന്നെയാണ് നമ്മൾ ഈ പരിപാടികൾ ഇവിടെ ഇതിനു വേണ്ട പ്രചാരണങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ മുഖാമുഖ പരിപാടിയിൽ സക്കരിയ സ്വലാഹി ഒരു കാര്യം ഇവിടെ ഒരു വെല്ലുവിളി നടത്തുകയുണ്ടായി. എന്താ അദ്ദേഹം ചോദിച്ചത്? ദാരിമികൾ എവിടെ പോയി ദാരിമികൾ എന്നൊരു ചോദ്യം അയാൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തിട്ടുള്ള മുജാഹിദിന്റെ പ്രവർത്തകന്മാരെ സദസ്സിലുണ്ടാവുമല്ലോ. ആദ്യം സക്കരിയ സ്വലാഹിയുടെ ആ ചോദ്യം ഒന്ന് കേൾക്കി എന്നിട്ട് നമുക്കൊന്ന് പറയാനുണ്ട്. സക്കരിയ സ്വലാഹി എവിടെയെന്ന് ചോദിച്ച മുസ്ലിയാക്കന്മാരെവിടെ പോയി ദാരിമികൾ? നന്ദി ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ സക്കരിയ സ്വലാഹി ഞെട്ടും. അവിടെ അടുത്ത് പോകണമെങ്കിൽ കിതാബ് ഓതണം. കിതാബ് ഓതാതെ പോല. എവിടെ സക്കരിയ സ്വലാഹി? കണ്ടോങ്ങളെ, എവിടെയാണ് ധാരിമികളെന്ന് ചോദിച്ച സക്കരിയ സ്വലാഹിയോടും അയാളെ കൊണ്ടുവന്ന ഇവിടെയുള്ള ജുന്യൂരികളായ ആളുകളോടും ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. ധാരിമികൾ ഇതാ ഈ വേദിയിൽ അണിനിരന്നിരിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ ആളത്വമുണ്ടെങ്കിൽ ഈ സദസ്സിലേക്ക് കടന്നു വരണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ടെങ്കിൽ, ആദർശം നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ, നിങ്ങൾ പ്രസംഗത്തിൽ പരാമർശിച്ച MT ദാരിമി ഓടലോടെ ഈ വേദിയിൽ വന്നിട്ടുണ്ട്. ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഈ സദസ്സിലേക്ക് കടന്നു വരണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വെച്ച് കാളമൂത്ര പ്രസംഗം നടത്തിയതുകൊണ്ട് കാര്യമില്ല. നിങ്ങളല്ലേ 2010 ഇവിടെ ഒരു മുഖാമുഖം സംഘടിപ്പിച്ച് ആ മുഖാമുഖത്തിന് വരാതെ ഒളിച്ചോടിപ്പോയ നിങ്ങളാണോ ദാരിമികളുടെ മുമ്പിലേക്ക് വരാമെന്ന് വീമ്പിളക്കിയിട്ടുള്ളത്? എവിടെ ധാരിമികൾ എന്ന് ചോദിച്ച ആളുകളോടാണ് പരസ്യമായി മാസങ്ങളോളം പരസ്യം ചെയ്ത് പരസ്യമായി ഒരു വേദി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെ സദസ്സിലേക്ക് കടന്നു വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ 2010 ഒരു മുഖാമുഖം നിശ്ചയിച്ചല്ലോ നിങ്ങൾ. ഈ മുഖാമുഖം നിശ്ചയിച്ച് അതിന്റെ എല്ലാ ജീവാത്മാവും പരമാത്മാവുമായി വരാമെന്നേറ്റ ദൗത്യറൊക്കെയാണല്ലോ നിങ്ങൾ സക്കരിയ സ്വലാഹി. അദ്ദേഹം എന്റെ അവസാനമുണ്ടായത് എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. നമ്മളതിൽ നമ്മളാകൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. വിഷയങ്ങൾ ചുരുക്കി കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. അയാൾ പറയട്ടെ. ഇവിടെ പ്രചരിപ്പിക്കുന്നറിയോ? നന്ദിയിൽ 2010 നടന്ന മുഖാമുഖത്തിന് സക്കരിയ സ്വലാഹിയെ വിളിച്ചപ്പോൾ അദ്ദേഹം വന്നില്ല. എന്നിട്ട് ലക്ഷദ്വീപിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞു, എനിക്ക് ജിന്നസീറും ഒരു പേടിയായിട്ട് കേട്ടോ, ജിന്നസീറും ചോദ്യം പേടിയായിട്ട് വരായിട്ടുണ്ടെന്ന് പറഞ്ഞു. കണ്ടോ, സക്കരിയ സ്വലാഹിക്ക് അംഗം നഷ്ടപ്പെട്ടിരിക്കുന്നു, നിർഭയത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താണ് വസ്തുത? ഞാൻ പല സ്റ്റേജിൽ വിശദീകരിച്ചതാ. പക്ഷെ ഇവിടെ കേൾക്കാത്ത കുറെ ആളുള്ളതുകൊണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് ഇവിടെ കുറെ കേൾക്കാത്തവരുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് പറയുന്ന നിർബന്ധം. കാരണം നിങ്ങൾ രഹസ്യമായിട്ട് റൂമിൽ വെച്ച് പറഞ്ഞു പോകണം, നാട്ടുകാർ കേൾക്കൂല. അപ്പൊ അതുകൊണ്ട് എന്തേ നിങ്ങൾ അന്ന് ഇവിടെ വരാതെ മുങ്ങിയത് എന്നുള്ളത് നിങ്ങൾ എന്നൊന്ന് പറഞ്ഞു കൊടുത്ത സംഗതിയാണ് തീരുമാനമാകുമല്ലോ. പറയട്ടെ. നന്ദിയിൽ മുഖാമുഖം നിശ്ചയിച്ചു. നന്ദി മുഖാമുഖത്തിന് എന്നെ ക്ഷണിച്ച് നന്ദിക്കാനല്ല, അത് നന്ദിക്കാര് തീരുമാനിക്കേണ്ടത് ആരെ നിങ്ങൾ വിളിച്ചത് എന്നുള്ളത്. നന്ദിയുടെ മുഖാമുഖത്തിന് കോഴിക്കോട്ടുകാരെ വിളിക്കൂലല്ലോ. അപ്പൊ ആരെ വിളിച്ചെന്നുള്ള നന്ദിക്കാരെ തീരുമാനാക്കട്ടെ. മുഖാമുഖത്തിന് എന്നെ ക്ഷണിച്ച് നന്ദിക്കാനല്ല, ഈ പറഞ്ഞ അനസ് മുസ്ലിയാരാണ്. അനസ് മുസ്ലിയാർ അവരെ ഏൽപ്പിച്ചത് സക്കരിയ സ്വലാഹി ഉണ്ടായിക്കോട്ടെ, ഞാനും ഉണ്ടാവും, ഹനീഫുണ്ടാവും. സന്തോഷമായി മജീദ് സലാഹിയും ഞാനും അനസും റഫീഖൊക്കെ പാടും. ശരി, ഞാൻ പറഞ്ഞു നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ മുമ്പിലാണ് പരിപാടി. മുസ്ലിയാക്കന്മാർ ചോദ്യവുമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഇരിക്കണം, ചർച്ച ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അത് അന്നും ആ ഓർമ്മ ഉണ്ടായതുകൊണ്ടാണ് മുങ്ങിയത്. ആ ഓർമ്മ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഞങ്ങളോട് പറയാതെ, ഇവിടുത്തെ വിദ്യാർത്ഥികളോട് പോലും പറയാതെ രഹസ്യമായി മുഖാമുഖം എന്ന നാടകം കളിച്ച് നിങ്ങൾ പോയത്. ആ പേടിങ്ങളും പള്ളന്റെ ഉള്ളിൽ മനസ്സിന്റെ ഉള്ളിൽ ഒന്നുണ്ട്. ഈ കുട്ടികൾ കിതാബായിട്ട് വരും. അപ്പൊ കിതാബായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കാളമൂത്ര സാഹിത്യം അല്ലാത്തത് കൊണ്ട് മുട്ടുംകാല് വരക്കുന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ ഇവിടെ നടത്തിയ മുഖാമുഖത്തിൽ നിങ്ങൾ ഈ നാടകം കളിച്ചിട്ടുള്ളത്. അത് നമ്മുടെ പൂർവിക മുജാഹിദ് പണ്ഡിതന്മാരെങ്ങനെ പാടപ്പേർ
വെച്ചിട്ട് അവര് വീട്ടിൽ പോല്ല പുളിക്കൽ ലൈബ്രറിയിലൊക്കെ കൂടുതലാ ദിവസങ്ങളോളം എപിയും പല ലീഗങ്ങളും ഒക്കെ അങ്ങനെ നമ്മൾ പഠിച്ചത്. ഇവരാണെന്നല്ല, ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെ കാളമൂത്ര മുഖാമുഖം ഉണ്ടല്ലോ. ആ അനീഫ് അപ്പുറത്തുനിന്ന് വരും, ആനസ് അപ്പുറത്തുനിന്ന് വരും, ശംസുദ്ദീൻ അപ്പുറത്തുനിന്ന് വരും, സ്റ്റേജ് മക്കൾ കയറും. അത് കാളമൂത്ര സാഹിത്യം വായിച്ചത്, അത് കൃഷ്ണല്ല. അത് മാരിയാണോ? ഇത് കിതാബ് വെച്ചിട്ടുള്ള കളിയാ. ഇത് കിതാബ് വെച്ചിട്ടുള്ള കളിയാ. കൗസറാണ് താനി. ഇത് കിതാബ് വെച്ചിട്ടുള്ള കളിയാ. നിങ്ങളെ കൊണ്ട് കിതാബ് വായിപ്പിക്കാനാണ് ഞങ്ങൾ ഈ കിതാബ് കൊണ്ടുവന്നിട്ടുള്ളത്. ധൈര്യം ഉണ്ടെങ്കിൽ കടന്നു വന്നു. ഇതിങ്ങനെ പ്രസംഗിച്ചിങ്ങനെ നാക്കിട്ടടിച്ചാ പോരാ, കിതാബ് വെച്ചിട്ടുള്ള കളിയാണ്. ഈ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾ, ഈ ഉസ്താദുമാർ, ഈ മുതഅല്ലിമീങ്ങൾ വർഷങ്ങളോളം ഓതി പഠിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും സധൈര്യം സമുദായത്തോട് തുറന്നു പറയാനുള്ള ആർജവുണ്ട്. ഇത് 2 മാസം ഏതെങ്കിലും കോളേജിൽ പഠിച്ചാണ്ട് തൊക്കിൽ ബുക്കുമായിട്ട് വരുന്ന ഏർപ്പാടല്ല. അത് നിങ്ങൾ തമ്മിൽ നടക്കും. മനസ്സിലായില്ലേ? അത് നിങ്ങൾ തമ്മിൽ നടക്കും. ആൺകുട്ടിയാണെങ്കിൽ ധൈര്യം നീ കടന്നു വന്നോ, നമുക്ക് ഈ വിഷയങ്ങളാണ് തീരുമാനാക്കുക. ഇത് കഴിഞ്ഞിട്ട് വേറെ എവിടെങ്കിലും പോയിട്ട് മറ്റു മുഖാമുഖം നടത്താനോ രഹസ്യ നോട്ടീസുകൾ ഇറക്കാനോ അതിനൊന്നും മുതിരേണ്ടതില്ലെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ചർച്ചയ്ക്കിരിക്കാതെ മുഖാമുഖത്തിന് പോകുന്നതും വാദപ്രയാത്തിന് പോകുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് പേടി തന്നെയാണ്. പേടിച്ചെന്നെയാണ്. ഇവരെന്താ പറഞ്ഞേ? എനിക്ക് മുഖാമുഖത്തിന് പോണ പേടി തന്നെയാണ്. എന്നാ കൂടക്കച്ചവടത്തിന് പോയിക്കൂടെ? എന്തിനാ ഇവിടെ മുഖാമുഖത്തിന് വന്നത്? എന്റെ മൂപ്പര് പറഞ്ഞത് എനിക്ക് മുഖാമുഖത്തിന് പോണത് പേടിയാണ്. നീ പണിയൊക്കെ വേറെ പണിക്ക് പോയിക്കൂടെ? ധൈര്യം ഉണ്ടെങ്കിൽ പരസ്യമായി ഞങ്ങളോട് പറയണ്ടേ? ആ പറഞ്ഞ പോലെ ഞാൻ കേൾപ്പിച്ചു തരാം. കുറെ കാലം നിങ്ങൾ നുണയും പറഞ്ഞെടുക്കാം. ഇന്ന് തീരുമാനാക്കാൻ പോകാൻ ഇവിടെ. ഇവിടെ കേരളത്തിന്റെ മണ്ണിൽ ഇവിടെ കുറെ മുഖാമുഖങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 2001 ഈ ആദ്യത്തെ ഈ 2014 വർഷം പിറക്കുന്ന 1ാമത് ദിവസം കേരള ചരിത്രത്തിലെ മുഖാമുഖ ചരിത്രത്തിലെ അത്ഭുതം നന്ദിയുടെ മുമ്പിൽ നടക്കാൻ പോവുകയാണ്. അത് ധാർമ്മികൾക്ക് മാത്രമേ കഴിയൂ എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ചരിത്രത്തിൽ, കേരള ചരിത്രത്തിൽ ഇങ്ങനത്തെ മുഖാമുഖം കാണാൻ ധൈര്യം ഉണ്ടെങ്കിൽ വന്നോളി. ഇവിടെ പെർമിറ്റിന്റെ സമയമാണ് കഴിഞ്ഞ, മൈക്കിന്റെ സമയം കഴിഞ്ഞാൽ മൈക്ക് ഇല്ലാതെ പറയാം. ഞാൻ അത് കഴിഞ്ഞ നേരത്തെ സ്വാഗത പ്രസിഡന്റ് ഹൈത്തമി പറഞ്ഞല്ലോ, ഉസ്താദുമാർ ഇവിടെയുണ്ട്, ഉസ്താദുമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഞങ്ങൾ നേതാക്കന്മാർ ഇതിന് വരേണ്ടതില്ല, അതിനകത്ത് ഞങ്ങൾ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് പണ്ട് തന്നെ അറിയാം. മനസ്സിലായില്ലേ? ബാക്കി നമ്മളുടെ ഒരു കഴിവ് കേടുകൊണ്ടോ നമ്മുടെ വിവരക്കേട് കൊണ്ടോ ഈ ആദർശത്തിന് തെളിവില്ലെന്ന് പൊതുജനം തെറ്റിദ്ധരിച്ചാൽ ഇത് കേട്ടിട്ടായി ഇറങ്ങും. ആളുകൾ തെറ്റിദ്ധരിച്ച് കുറ്റം നമുക്കല്ല. അതാ നമുക്കുള്ള ടെൻഷൻ. പറ്റിന ടെൻഷനൊന്നുമില്ല. മനസ്സിലായാണ് അയാൾക്ക് ഇതിലൊന്നും ടെൻഷനും ഞങ്ങൾക്ക് വിവരം വേണ്ട, നീല ടെൻഷൻ ഉണ്ടാവുള്ളൂ. ചോദ്യത്തിന് 1.5 മണിക്കൂർ മറുപടി. ഇപ്പൊ തലശ്ശേരി ചോദ്യത്തിന് 1 മണിക്കൂറാണ് മറുപടി. മംഗലാപുരത്താണ് ചോദ്യം ചോദിച്ചു 1 മണിക്കൂർ 35 മിനിറ്റോ മറുപടി. ഒരു ചോദ്യത്തിന് ഈ രാജ്യത്ത് മുഖാമുഖം നടത്താൻ ഒരു പ്രയാസമല്ല. ഞാനതിനൊക്കെ എതിരാണ്. എന്നിട്ട് ഞാന് അനുസരോട് പറഞ്ഞ ഇരിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ഇരിക്കാം നന്ദി എപ്പോഴും എന്ന് വെച്ചാൽ നാളെ വെച്ചാൽ മറ്റന്നാൾ അങ്ങനെ പറഞ്ഞ് തലേന്ന് വിളിച്ചോ പറഞ്ഞു ഇനിയിപ്പോ ഇന്ന് സമയമല്ല, നാളെ രാവിലെ ഇരിക്കാം, 4 മണിക്കല്ലേ മുഖാമുഖം, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറയാം. എന്നാ അപ്പോഴെങ്കിലും ഇരിക്കാന്ന് വിചാരിച്ചു. എവിടേക്കും പോകാൻ ഞാൻ തയ്യാറാ. പുളിക്കൽ വേണോ ഇടവണ്ണപ്പോൾ എവിടെയും തയ്യാറാ. കാരണം ഇതൊരു വലിയ വിഷയമാണ്, ആദർശ പ്രശ്നമാണല്ലോ. ഞങ്ങള് മൂപ്പര് മുഖാമുഖത്തിന് പുളിക്കല ഓടി വരും, നന്ദിയിൽ മാത്രം വരൂല. അവസാനം ഇവിടത്തെ പ്രവർത്തകന്മാർ ജിന്നൂരികൾ കൗത്തിൽ കയറിട്ട് വലിച്ചു. അങ്ങനെ മിണ്ടാതെ വന്ന് മുഖാമുഖം നാടകം നടത്തിപ്പോയി. അതവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ പിറ്റേന്ന് വിളിച്ചു നോക്കുമ്പോ ഒരാൾ ഫോൺ ഓഫും ഒരാൾ എടുക്കണമില്ല. മുഖാമുഖത്തിന് നന്ദിയിൽ വരേണ്ട 4 ആളുകളിൽ മുഖാമുഖം നടത്തേണ്ട അന്ന് ഒരാൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി, ഒരാൾ എടുത്തതുമില്ല. വലിയ ധൈര്യമുള്ള ആൾക്കാരാണോ? എന്നാ ഇയാൾക്ക് എന്തേ ചെയ്തു? കാര്യപ്പെട്ട ആളാണ്, എന്തേ ചെയ്തു? പിറ്റേന്ന് വിളിച്ചു നോക്കുമ്പോ ഒരാൾ ഫോൺ ഓഫും ഒരാൾ എടുക്കണമില്ല. പിന്നെ രണ്ടാലും പൊതു സ്വഭാവമായതുകൊണ്ട് എനിക്ക് അത്ഭുതം തോന്നിയില്ല. ഞാനത് ഇനി അദ്ദേഹം കുറച്ച് പറഞ്ഞു. ഇനി അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം പറയട്ടെ. എനിക്ക് അത്ഭുതം തോന്നിയില്ല. ഞാനെന്ത് ഞാനും ഓഫാക്കി. ഊസാറായി ഉളുപ്പുണ്ട് ചങ്ങായി എനിക്കിതൊക്കെ പറയാനേ. ഞാനോട് ഓഫാക്കി. നന്ദിയിലെ മുഖാമുഖത്തിന് 2010 സാധു വന്ന കോരാണത്. മുഖാമുഖത്തിന് വരേണ്ട 2 ആളിൽ ഒരാൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി, ഒരാൾ എടുത്തതുമില്ല. ഇന്നാപ്പ താരപ്പെട്ട ആളുണ്ടല്ലോ വരാന്, എന്നാ ഞാനാണ് വരാമെന്നല്ല, ഞാനാണ് സ്വിച്ച് ഓഫ് ആക്കിയെന്ന്. ഇതിനൊക്കെ ഈ പ്രസ്ഥാനമായിട്ട് നടക്കണ ചങ്ങായിമാരങ്ങളൊക്കെ. എന്നിട്ട് പറയാ ധാരിമാള് വന്നില്ല. പണ്ടൊരു ഈ പാലത്തിന്റെ അടുത്ത് ടോള് പിരിക്കുന്ന ഒരാളെ കഥ പറയാറുണ്ട്. ടോള് പിരിക്കാൻ കൊല്ലത്തിലിങ്ങനെ ആളുകൾ ഇങ്ങനെ കരാറെടുക്കാറാ പതിവ്. അപ്പൊ ഒരിക്കൽ ഒരാൾ കരാറെടുത്തത്ര ഒരു വർഷത്തിന് ടോള് പിരിക്കാൻ കരാറെടുത്തു.
അത് ഈ കരാറെടുത്താൽ നല്ല കൊമ്പമീശക്കുള്ള ആളാണ്. അയാൾ പാലത്തിന് തൊട്ടിപ്പുറത്ത് ഇങ്ങനെ പ്രത്യേക ഒരു വിരിയൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ ചമ്രം പടിയിട്ട് ഇങ്ങനെ ഇയാൾ ഇരിക്കും. അപ്പൊ ഇയാൾ ഗദ്ദാമ്യാലായ കുറച്ച് ആളുകൾ അപ്പുറപ്പുറം ഇരുന്നിട്ട് ഇങ്ങനെ പിരിക്കും. അപ്പൊ ഏതെങ്കിലും വണ്ടിക്കാർ പൈസ കൊടുക്കാതെ പോവാണ് ഇയാൾ മീശത് പിരിച്ചിട്ട് ഞാൻ നീച്ചാരുണ്ടല്ലോ അപ്പൊ ഇയാളെ കണ്ട് പേടിച്ചിട്ട് കൊടുക്കും. അങ്ങനെ ഒരിക്കൽ ഒരു സുന്നിയായ ആളെ ഇയാൾ പോയി പൈസ കൊടുക്കാതെ പോവാണ്. അപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞ നീച്ചാലുണ്ടല്ലോ കൊടുത്താളാണ്. എന്നാ ചേട്ടാ നീച്ചാളാറുന്നു. ആള് നീച്ചാളാറുന്നു. ഞാട് നീക്കും. നീച്ചവിടെ പലതും സംഭവിക്കാൻ നീച്ചൂടുകയാണ്. ഇയാള് നീക്കണില്ല. പോകുമ്പോ ഇയാൾ അരന്റെ കീപ്പെട്ട് വേനല്ല. അരന്റെ കീപ്പാട്ട് ഇയാൾക്ക് വേനല്ല. അപ്പൊ ഇയാൾ ഞാൻ നീച്ചാണ്ടല്ലോ ആ നീച്ചാണ്ടല്ലോ എന്നുള്ള വർത്തമാനം ഞങ്ങളോട് പറയണ്ട. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടതാ. ഒരു കാര്യമാണ് പറയുന്നത്, ചൊറിക്കനുസരിച്ച് മാന്തലുണ്ടാകും. വല്ലാതെ ചൊറിഞ്ഞാൽ മാന്തലിന്റെ കൂപ്പ് കൂടും. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഞങ്ങളോട് കൂടുതൽ പറയിക്കണ്ട എന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും കാര്യപ്പെട്ട ഡോക്ടറൊക്കെ ആയതുകൊണ്ട് മൂപ്പരാണ് സ്വിച്ച് ഓഫ് ആക്കി. എന്നിട്ടോ ഞാൻ നന്ദി ഉത്തരവാദപ്പെട്ട അവിടുത്തെ ആളുകളോട് വിളിച്ചു പറഞ്ഞു 11 മണിക്ക് ഇതാ ഞാൻ വരൂലട്ടോ, ചർച്ച ചെയ്യണം, ഇരിക്കണം, കൂടി ചർച്ച എന്ന് പറഞ്ഞിരുന്നു. അവരിതുവരെ വന്നിട്ടില്ല. ഞാൻ പലവട്ടം വിളിച്ചതാണ്. അത് ഞാൻ ഉണ്ടാവൂല. അതാണ് എന്റെ ഉത്തരവാദിത്തം. മൂപ്പർ ഉത്തരവാദിത്തം എന്താ? മുഖാമുഖത്തിന് അന്ന് 11 മണിക്ക് സംഘാടകരോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരൂലട്ടോ. അതാ ഉത്തരവാദിത്തം. ഉളുപ്പുണ്ടെങ്കിൽ വരില്ലല്ലോ ഉത്തരവാദിത്തം. ഞാൻ വരൂല എന്നാ ബാക്കിയുള്ളവരോ? പക്ഷെ അന്ന് പങ്കെടുക്കേണ്ട ഹനീഫ വന്നില്ലാതെ മാത്രമല്ല സംഘാടകരോട് വിളിച്ചു പറയുകയും ചെയ്തില്ല. നിങ്ങള് അന്ന് മുഖാമുഖത്തിന് വരേണ്ട ഹനീഫ വിളിച്ചിട്ടില്ല, വന്നിട്ടില്ല. ഞാൻ പിന്നെ നല്ല ആളായത് കൊണ്ട് ബരൂലാണ് വിളിച്ചു പറഞ്ഞത്. ബരൂ നല്ല സഹോദര വിളിച്ചു പറയേണ്ടത്. ബരൂലാണോ വിളിച്ചു പറയേണ്ടത്? ഇങ്ങനത്തെ ധൈര്യം നിങ്ങളൊക്കെ അവിടെ മുഖാമുഖത്തിന് വന്നാൽ, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ധൈര്യമുള്ളവൻ വന്നോ, ആണത്തുള്ളവന്നോ, തെളിവുള്ളവന്നോ, നെത്തിലുള്ളവന്നോ നിങ്ങൾക്ക് പരിപൂർണമായ സംരക്ഷണം ഇതാ ഈ സ്റ്റേജിൽ നിരന്നു കിടക്കുന്ന ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ, ദാറുസ്സലാമിന്റെ സന്തതികളായ വിദ്യാർത്ഥികൾ പരിപൂർണമായ സംരക്ഷണം നിങ്ങൾക്ക് നൽകും. ധൈര്യമുള്ളവന്നോ നാളെ ഇവിടെ അതൊന്നും പറയാൻ പാടില്ല. പിന്നെ ഇവരുടെ പ്രസംഗത്തിൽ പറഞ്ഞ സംഗതി എന്താ? ഞങ്ങൾ SKSS ഔദ്യോഗികമായി കത്ത് കൊടുത്ത് ക്ഷണിച്ചു. ഏതായാലും നിങ്ങൾ നുണ തന്നെ പറയില്ല. നുണ ഒന്ന് അയാളെന്നെ പറയട്ടെ. അപകടമാണ്. SKSS ഞങ്ങൾ ഔദ്യോഗികമായി കത്ത് വന്നിട്ട് നിങ്ങൾ ക്ഷണിച്ചു, നിങ്ങൾ വരണം, നിങ്ങൾക്ക് വേണ്ടിയ ശനിയാഴ്ചയാക്കിയത്. അങ്ങനെ നിങ്ങൾ ക്ഷണിച്ചു. ഞങ്ങൾ വളരെ സൗഹൃദത്തിലുള്ള ആളുകളാണ്. പൈസ കണ്ടോങ്ങള്, ഞങ്ങൾ നന്ദിയിലുള്ള SKSFന്റെ ആളുകൾക്ക് ഞങ്ങൾ ഔദ്യോഗികമായി കത്ത് കൊടുത്ത് ക്ഷണിച്ചു. എവിടെ നമ്മളെ പ്രസിഡന്റോടെ? നന്ദിയിലെ പ്രസിഡന്റ് SKSFന്റെ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റോടെ എന്താ മമ്രത്തോ? എന്താ അദ്ദേഹം പറഞ്ഞത്? ഔദ്യോഗികമായി കത്ത് കൊടുത്ത് ക്ഷണിച്ചു എന്ന്. ചോദിക്കട്ടെ, ഈ നന്ദിയിൽ SKSSFന്റെ ഏതെങ്കിലും പ്രവർത്തകന്മാർക്ക്, ഔദ്യോഗിക ഭാരവാഹികൾക്ക് നിങ്ങൾ ഔദ്യോഗികമായി കത്ത് കൊടുത്തിട്ടുണ്ടോ? നുണ പറയ. നിങ്ങൾ ഔദ്യോഗികമായി കത്ത് കൊടുത്തിട്ടില്ല. ഇവിടുത്തെ പ്രവർത്തകന്മാർ പറയും നിങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉത്തരവാദപ്പെട്ട ഈ സംഘടനയോട് ഉത്തരവാദപ്പെട്ട പ്രവർത്തകർക്ക് നിങ്ങൾ നോട്ടീസ് കൊണ്ടേ കൊടുത്തു. മൂപ്പര് പറഞ്ഞില്ലേ നോട്ടീസ് പോരാ, നോട്ടീസ് കൊണ്ട് എനിക്ക് വേണമെങ്കിൽ വരാ, ഔദ്യോഗികത വേണമെങ്കിൽ നിങ്ങൾ ലെറ്റർ പേഡിൽ എഴുതി തരണം. കൊടുത്തോ? ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്തോ? ലെറ്റർ പേഡിൽ എഴുതി കൊടുത്തോ? അത് കൊടുക്കാതെ ഇവിടെ കോളേജിന് ലീവുള്ള ഉസ്താദുമാരും വിദ്യാർത്ഥികളും കോളേജിലില്ലാത്ത സമയം നോക്കി നിങ്ങളിവിടെ ഒരു ഹാളിന്റെ ഉള്ളിൽ മുഖാമുഖം നടത്തി പച്ചക്കളവ് ഞങ്ങള് ലെറ്റർ പേഡ് കൊടുത്തു. പച്ച നുണ പറയാമോ? എന്നാൽ ഞങ്ങൾ നേരെ തിരിച്ച് ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് കത്ത് തന്നിട്ടുണ്ട്. ഇവിടുത്തെ മുജാഹിദിന്റെ ജിന്നൂരികൾക്ക് ഔദ്യോഗികമായി ഞാൻ കത്ത് തന്നിട്ടുണ്ട്. ആ കത്തിന് കോപ്പി ഒന്ന് കാണിച്ചു കൊടുക്കുവാന്. ആ കത്തിനാ ഞങ്ങൾ നിങ്ങൾക്ക് തന്ന ഔദ്യോഗികമായ കത്താണിത്. ഈ കത്ത് നിങ്ങൾക്ക് ഈ മുഖാമുഖത്തിലേക്ക് നിങ്ങൾ ഔദ്യോഗികമായി ക്ഷണിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് കത്ത് തന്നിട്ടുണ്ട്. ആ കത്ത് ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കായ അഹ്ലുസുന്നയുടെ പ്രവർത്തകന്മാർക്ക് പരസ്യമായി കാണിച്ചു തരുന്നു. ഇനി നിങ്ങൾക്ക് ഉളുപ്പുന്ന സ്ഥാനം, ഡിക്ഷണറിയുള്ള സ്ഥാനം ഉണ്ടെങ്കിൽ നിങ്ങളോട് വരണം. നിങ്ങളോട് വരണം. കത്ത് കിട്ടിയിട്ടില്ല എന്ന് പറയരുത്. നിങ്ങളോ ഞങ്ങൾക്ക് കത്ത് തരാതെയാണ് ഇങ്ങനത്തെ വിഷയം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കത്ത് തരാതെ മുമ്പിൽ വന്നിട്ടുള്ള ആളുകളൊന്ന് സുഖിപ്പിക്കാൻ വേണ്ടി അവിടെ മധ്യസ്ഥനായി നിന്നിട്ടുള്ള അമീർ മൗലവി എന്ന് പറയുന്ന ആള് ചോദ്യം ചോദിക്കാറുള്ള ഒരു എന്താ പറയുക ലിസ്റ്റ് തെർത്തീബ് പറയുന്നുണ്ട്. ആ തെർത്തീബ് ഒന്ന് കേൾക്കും. അതിന് മുമ്പ് ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു അല്പസമയം ഫൈസൽ മൗലവി സംസാരിക്കുന്നതാണ്. ഇവിടെ ഈ പരിപാടിയുടെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ജിന്ന് വിവാദം വന്നതിന് ശേഷം തൗഹീദ് സംബന്ധമായ മുഖാമുഖം നടത്തുന്നതിന് സക്കരിയ സലാഹി അടക്കമുള്ളവർക്ക് ഭയമാണെന്ന്
നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മൂവർ സംഘം കാര്യമായി പ്രചരിപ്പിക്കുകയും അതിന് തെളിവായി മുമ്പ് നന്ദിയിൽ നടന്ന ഒരു മുഖാമുഖത്തിന് സക്കരിയ സലാഹി വരാതിരുന്ന വിഷയം എടുത്തു കാണിക്കുകയും അതിൽ തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ ആവേശം ഉൾക്കൊണ്ടോ മംഗലാപുരത്ത് വെച്ച് EK ഗ്രൂപ്പിലെ പണ്ഡിതന്മാർ അത് ഉയർത്തിക്കാണിച്ച് വെല്ലുവിളിക്കുകയും ഞങ്ങൾ തെറ്റിദ്ധരിച്ചതല്ല, ആവേശം ഉൾക്കൊണ്ടതാണ്. കാരണം നിങ്ങൾ വരൂലല്ലോ, അപ്പൊ നിങ്ങൾ വരൂല, നിങ്ങളുടെ ആദർശമില്ല ഞങ്ങൾക്ക് ഉറപ്പായി. കാരണം ഞങ്ങളത് ഉണ്ടാക്കി പറഞ്ഞതല്ല, അത് നിങ്ങളുടെ നേതാവായ ഡോക്ടർ പ്രസംഗിച്ച ആ ക്ലിപ്പാണ് ഇവിടെ കേൾപ്പിച്ചിട്ടുള്ളത്. വെല്ലുവിളിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ മുഖാമുഖത്തിൽ പ്രഥമമായും പ്രധാനമായും നാം പരിഗണിക്കുന്നത് ചോദ്യങ്ങൾ EK ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ EK ഗ്രൂപ്പിനാണ് ഒന്നാമത് ചോദ്യത്തിന് അവസരം വന്ന് നിങ്ങളെ നാലാൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ പോരാ, അത് ഔദ്യോഗികമായി ഞങ്ങളോട് പറയണമായിരുന്നു. അതൊന്നും പറയാതെ കുറച്ചാളുകൾ മുന്നിലിരുത്തിയിട്ട് ഒന്നാമത്തെ അവസരം പിന്നെ ഈക്കക്കാർക്കും, രണ്ടാമത്തെ അവസരം APക്കാർക്കും, മൂന്നാമത്തത് മടവൂരികൾക്കും, നാലാമത്തെ മടവൂരികൾക്കും എന്നൊന്നും ഇങ്ങനെ കാളമൂത്രം പറഞ്ഞിട്ട് കാര്യമില്ല സാധു. അത് ഞങ്ങളോട് പറയണമായിരുന്നു. നിങ്ങൾ ഈ കള്ളത്തരം കേരളത്തിന്റെ പല ഭാഗത്തും നിങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി കെട്ടേണ്ടി വന്നിട്ടുള്ളത്. പറയട്ടെ, അവരുടെ പണ്ഡിതന്മാർക്കും പ്രവർത്തകന്മാർക്കുമാണ് ആദ്യത്തെ അവസരം. അവരില്ലെങ്കിൽ രണ്ടാമത്തെ അവസരം കാന്തപുരം ഗ്രൂപ്പുകാർക്കാണ്. അവരുമില്ലെങ്കിൽ മൂന്നാമത്തെ അവസരം മടവൂരികൾക്കും, ഏറ്റവും അവസാനത്തെ അവസരം നവമടവൂരികൾക്കുമാണ്. ഞങ്ങൾ ഇങ്ങനെ തീർച്ചയനുസരിച്ച് അവസരമൊക്കെ ഒരു മണിയാറയിൽ വെച്ചുണ്ടാക്കി. നാട്ടുകാരോട് പറയണ്ടേ? നാട്ടുകാരോട് പറഞ്ഞെങ്കിലല്ലേ ഈ പറയപ്പെട്ട ആളുകൾക്ക് വരാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നടത്തിയത് തനി നാടകമായിരുന്നു. രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാടകമായിരുന്നു ഇവിടെയുള്ളത് എന്ന് ഈ നന്ദിയിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ലോകലാഭങ്ങളിൽ വിഷയം കേൾക്കുന്ന ആളുകളോട് സാന്ദർഭികമായി പറയിപ്പിച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഇവിടെ വന്ന സക്കരിയ സലാഹി പറയാണ്, ഇപ്പൊ ഞങ്ങളെ കണ്ടിട്ട് ആരും മുജാഹിദാകണില്ല. വലിയൊരു സങ്കടമാണ്. പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? ഈ കോലം കണ്ട ആരും വരുമോ? ഇവിടെ പറയാം, ഞങ്ങളെ കണ്ടിട്ട് ആരും മുജാഹിദക്ക് വരുന്നില്ല. അറിയിച്ചെന്നോട് ബാക്കി മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകളെ KNM-ന്റെ ISM-ന്റെ ആളുകൾ അവരുടെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ്. അതിനിപ്പോ നിങ്ങളെ സങ്കടം പറഞ്ഞാൽ ജീവിത വിശുദ്ധിയാണ് ഉണ്ടാക്കിക്കാണ്. നിങ്ങൾക്ക് മുജാഹിദാർക്ക് ജീവിത ഞാൻ എന്റെ കണ്ണുക്ക് നോക്കണ്ട, ഞാൻ പറഞ്ഞല്ല, നേതാവാ പറയുന്നു. നേതാവ് പറഞ്ഞങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു. കാരണം അദ്ദേഹം അതിനു മാത്രമുള്ള ധാർമ്മികളെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത്. മൂപ്പര് പറയാ മുജാഹിദിനിപ്പോ പിന്നെന്താ പറയാ, ആത്മീയതയില്ല, ക്വാളിറ്റി ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പറയട്ടെ, കാരണം എന്തായോ, മുമ്പ് മുജാഹിദുകൾ വളരെ കുറച്ചുണ്ടായിരുന്നു. അന്ന് അതിന്റേതായ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചു? ക്വാളിറ്റി കുറഞ്ഞു. അത് ശരി, ആള് കൂടിയ സാധു ക്വാളിറ്റി കൂടുതലേ ഉണ്ടാവില്ല. അത് ഇപ്പൊ മുജാഹിദിന് ക്വാളിറ്റി ഇല്ല, അഡ്രസ്സും സീലും ബ്രാൻഡും ഇല്ലാത്ത മുജാഹിദാണ് എന്നാണ് നേതാവ്. ഇതിനും വലിയ നേതാവ് ഇവിടെ പെറ്റിട്ട് വേണം. ക്വാളിറ്റി പറഞ്ഞ ചപ്പും ചവറും ഒക്കെ അതിലേക്ക് കയറി വന്നു. അത് ശരി, നമ്മൾ കുറച്ച് നല്ലുണ്ടെന്ന് കരുതിനി. മൂപ്പരെന്താ പറയാ, അത് നിങ്ങളെ പോലെ നേതാക്കന്മാർ ഇങ്ങനെ പറയുന്നത് മോശമാണ്. കുറെ ചപ്പും ചവറൊക്കെ ഇതിലേക്ക് കയറി വന്നു. എന്നിട്ടോ പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. അപ്പൊ പഠനമൊന്നും നടത്താതെ കുറെ ആൾക്കാരിന് വലിഞ്ഞു കയറി നാ മൂപ്പര് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കി നിങ്ങൾ അഹ്ലുസുന്നയുടെ വിശ്വാസത്തെ പറ്റി നല്ലോണം ഇങ്ങോട്ട് പഠിച്ചു നോക്കുമ്പോ നിങ്ങൾക്ക് സുന്നത്തി ജമാഅത്ത് മോശമാണെന്നും മുജാഹിദ് പ്രസ്ഥാനമാണെങ്കിൽ നല്ലതെന്ന് തോന്നിയപ്പോ നിങ്ങളേക്ക് ആളുകൾ കൂടിയതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ നിങ്ങളിപ്പോ പറഞ്ഞത് അങ്ങനെ നല്ല പഠനം നടത്താതെ ഞാനൂലിന്റെ മാതിരി വലിഞ്ഞു കയറിയതാണ്. അങ്ങനെ വലിഞ്ഞു കയറിയിട്ട് ഏടം വരെ കയറി. ഓരൊക്കെ പ്രസിഡന്റും സെക്രട്ടറി, മേഖലാ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിൽ വരെ എത്തി. അത് സംസ്ഥാനം വരെ എത്തിയോടെ കോലന്താരങ്ങളും വലിഞ്ഞു കയറിയതാണ്. പിന്നെ ബാക്കിയുള്ളവരെ പറഞ്ഞിട്ട് കഴിയുന്നു. ഒരു മനുഷ്യൻ പ്രസംഗിക്കാൻ ഇയാളാണല്ലോ മുഖാമുഖത്തിന് വരുന്നത്. ചെറുപേരിലില്ലോനെ എന്തില്ലാത്തവന് എന്തിനാ തള്ളവരിലില്ലാത്തവരെ കളിയാക്കണു? മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ അവനവന്റെ ന്യൂനത ഇങ്ങനെ ചൂണ്ടിപ്പറയുമ്പോൾ അവന്റെ കയ്യിലെ മൂന്ന് വിരല് അവന്റെ നെഞ്ചത്തേക്ക് ചൂണ്ടുന്നു എന്ന സാമാന്യമായ ബോധം ഉണ്ടാകണം. അതിന് APJ അബ്ദുൽ കലാമിന്റെ ബുദ്ധിയൊന്നും വേണ്ട, ഒരു നേരം അന്നം തന്നാൽ മതി. പ്രത്യേകിച്ച് സംഘടന പുലർന്ന
സന്ദർഭത്തിൽ നമുക്കറിയാം KNM-നെ അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇത് ആരുമില്ലല്ലോ അവിടെ. ഒരാളെങ്കിലും ഉണ്ടാകട്ടോ, അത്ര ഗുണമാണെന്നല്ല. എന്നാലും KNM-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പനി ചപ്പ് എന്ന നിലക്ക് പിന്നെ മാനേജ്മെന്റ് പാർട്ടിയിലെത്തുക. സംഘടനയിൽ മേഖലാ സംഘടനകളും ജില്ലയും മേഖലയും ജില്ലയും ഒന്നും നേരിട്ട് സംസ്ഥാനത്തൊക്കെ നിർത്തുകയാണ്. അങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായി എന്നത് പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റി ജനങ്ങൾക്കിടയിൽ ഇല്ലാതാക്കുമെന്ന കാര്യം നമ്മൾ മറന്നുപോകും. അത് ഞങ്ങൾ മറക്കണില്ല, ഞങ്ങളും മറക്കരുത്. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആരോപണങ്ങളും വാചക കസർത്തുകളും അതുപോലെ പ്രസംഗത്തിന്റെ പൊടിപ്പുകളും അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് അള്ളാന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഖൈറായ പ്രവർത്തനത്തിനും ദഅവത്തിനും വേണ്ടി നിങ്ങളും ഞങ്ങളും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമുള്ള, നിങ്ങൾക്ക് സംശയങ്ങളുള്ള വിഷയത്തിൽ മാന്യമായി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ധൈര്യമുണ്ടോ ഇതുപോലൊരു മുഖാമുഖം നന്ദി ദാറുസ്സലാമിന്റെ പരിസരത്ത് ഞങ്ങൾ വെച്ചതുപോലെ പരസ്യമായൊരു മുഖാമുഖം നടത്താൻ സക്കരിയ സലാഹി ഗ്രൂപ്പിന് ധൈര്യമുണ്ടോ 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 എന്ന് 1000 കുതിരശക്തിയോടെ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ കത്ത് തന്നോ, സൗകര്യം നാളെ തന്നോ, മറ്റന്നാൾ തന്നോ, സൗകര്യം ഉണ്ടാകുമ്പോ തന്നോ, ഇതേപോലെ പരസ്യമായ മുഖാമുഖം വെക്കെ. ആൺകുട്ടികളാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത്. ആൺകുട്ടികളാണെങ്കിൽ ചെയ്യേണ്ട പണിയതാണ്. ഞാൻ കൂടുതലൊന്നും ആ വിഷയത്തിൽ പ്രസംഗിക്കുന്നില്ല. ഇതേ സക്കരിയ സലാഹി എന്നെ പറയാണ്, ഇപ്പൊ മുജാഹിദിന്റെ പള്ളിക്കൊക്കെ പോയാൽ ഒരു അരപ്പത്തര തെക്കിവൂര് കെട്ടുന്നത് മൂരി മൂത്രം കുടിച്ചായിരിയാണ്. നിങ്ങൾ നാലോചിക്കും. ഞാൻ പറയല്ല മക്കളെ, ഇയാളെന്നെ പറയട്ടെ, ഡോക്ടറല്ലേ. ഈ നിസ്കരിക്കാനോട് നിന്നാലോ 35 കൊല്ലമായി ഞാൻ ഈ പള്ളി നിസ്കരിക്കുന്നവരോട് നിൽക്കാനും നോക്കുന്നത് ഒരു മനുഷ്യൻ പ്രസംഗിക്കണോ നോക്കിക്കളെ, ഇയാളാ ഞങ്ങളുടെ മുഖാമുഖത്തിലിരുന്ന്. അത് ശരി. അപ്പൊ ഇങ്ങനെ കാല ഇങ്ങനെയാണ് കെട്ടിയ തല വേപ്പട്ടല്ലേ ഉണ്ടാവുള്ളൂ. തല കീപ്പെട്ട് കളിക്കാൻ അതിനനുസരിച്ച് കെട്ടണോ. അത് മൂപ്പര് പറയാം, മുജാഹിദിന്റെ പള്ളി പോയ മൂരി മൂത്രം കുടിച്ചാൽ ഇവരിട്ടത് ഉടുപ്പുണ്ട് പറയാൻ. ഞാൻ ചോദിക്കണില്ല, ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട്. അല്ല, ഉള്ളവരോടല്ലേ ഇപ്പൊ ചോദിക്കേണ്ടേ ഉള്ളൂ. അത് ശരി. ഞങ്ങൾക്ക് മിണ്ടാതെ ഇങ്ങനെ നിന്നതാണ്. SKSSF-ന്റെ പ്രവർത്തകന്മാർ ഉറങ്ങിക്കിടക്കുന്ന സിംഹങ്ങളാണ്. വിളിച്ചുണർത്തിയാൽ ആദർശരംഗത്ത് പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. വെറുതെ മാണ്ടാത്ത പണിക്ക് കണ്ട ഇപ്പം പോണ നിൽക്കാനാണ് പൊയ്ക്കോളി. ബാക്കി പറയട്ടെ. നമ്മോട് ചോദിച്ചാൽ അങ്ങനെ നിൽക്കണ്ടേ? ആരാ അങ്ങനെ നിങ്ങളെ നിലനിൽക്കല്? ഞാൻ മുമ്പ് നമ്മോട് ചോദിക്കുക, അങ്ങനെ നിൽക്കണ്ടേ? അങ്ങനെയല്ല സാധു നിൽക്കണ്ടേ? അത് ഞങ്ങൾ പണ്ടേ സമസ്തന മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ നിങ്ങൾക്ക് ഹദീസ് ഇറങ്ങിയ ഡേറ്റ് എന്ന് പറഞ്ഞാട്ടിക്കാണി. ഇപ്പൊ നിങ്ങളെ ഓരോ ഹദീസ് ഇറങ്ങിയ ഡേറ്റ് എന്ന് പറഞ്ഞാല് ആ ഹദീസ് മുമ്പുണ്ടായിരുന്നെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണ്ടേ? ശരിക്കും ലെവലായി നിന്നിട്ട് നട്ടന്റെ നിവർത്തി നിർത്താൻ കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. ഇനി മുജാഹിദ് പള്ളിയിൽ തെക്കിബീർ കിടന്ന പോലെ മൂപ്പരെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. കയ്യത്തിനല്ല, കയ്യത്തിന് വാദപ്പൊടിയാണ്ടാക്കിയ കൂടെ നമ്മൾ അപ്പൊ മുജാഹിദ് പള്ളിയെ പോയി എന്താ എത്ര ഗൗരവമുള്ള വിഷയം. എത്ര ഗൗരവമുള്ള വിഷയം. അത് ഡേഞ്ചറാണ്. ഈ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അതൊക്കെ പ്രസംഗത്തിലേ ഉള്ളൂ, പ്രവർത്തനത്തിലില്ല. നിസ്കരിക്കാൻ ഓരോ വലിയ കേന്ദ്രങ്ങളുടെ ഐഎസ്എംമാരൊക്കെ അപ്പൊ സുഞ്ഞാളല്ലാന്ന് ഉറപ്പാണ്. അല്ലാതെ ഐഎസ്എംമാരൊക്കെയാണ്. നിങ്ങൾ തന്നെ പറയണം. വലിയ നേതാക്കന്മാരെയൊക്കെ അറിയിക്കണം. നേതാക്കന്മാരും അങ്ങനെയാണല്ലോ കെട്ടത്. പിന്നെ അനിയാളുടെ കാര്യം പറയാനില്ലല്ലോ. പിന്നെ എംഎസ്എംമാരുടെ കാര്യം പറയാനില്ല. അല്ല, നേതാക്കന്മാരിന് അങ്ങനെ കെട്ടി പിന്നെ എംഎസ്എംമാരുടെ കാര്യം പറയാം. മൂപ്പര് നമ്മോട് ചോദിച്ചാൽ പറയാണ്ടോ? അപ്പൊ പറയാൻ. അപ്പൊ അങ്ങനത്തെ ഇങ്ങനെ ജനങ്ങളോട് പറയാൻ പറ്റുന്നത് പൊളിച്ചു പറയാ കുറെ ബാണ്ടൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുക. സാധാരണ ഇന്ന് മറ്റുള്ളവരെ പറ്റി നമ്മളെ ഭർത്താനില്ല, നമ്മളെ പറ്റി എന്താ വർത്താനം. അങ്ങനെ കുറച്ചേരം നിങ്ങളെ പറ്റിയാ പറയണേ. ഇന്നു കുറച്ചേരം നിങ്ങളെ പറ്റി തന്നെ ഞങ്ങൾ വേറെ ഒരാളെ പറ്റി ഇന്ന് വർത്താനില്ല. ബാക്കിയുള്ളവരെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് പറയാറുണ്ട്. ഇന്നിപ്പോ കുറച്ചേരം നിങ്ങളെ പറ്റി ഒരു തീരുമാനമാക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ധൈര്യമുള്ളതൊന്നും വേദിയുണ്ട്, കസേരയുണ്ട്, സംരക്ഷണം മുഴുവനും നിങ്ങൾക്ക് ഞങ്ങൾ നൽകും. ധൈര്യം ഉണ്ടെങ്കിൽ, ആദർശം ഉണ്ടെങ്കിൽ വന്നോ. ഒരു പേടിക്കണ്ട. ഇവിടെ ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പരിപൂർണ്ണ സംരക്ഷണം നൽകുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. പക്ഷെ മോനെ 7 കേൾപ്പിക്ക്. പക്ഷെ ഇവർക്കുള്ള ഏറ്റവും വലിയ തകരാറ് എന്താ? തകരാറ് എങ്ങനെ? അതിവരെ മറ്റൊരു നേതാവായ ഹുസൈൻ സലഫി പറയുന്നുണ്ട്.
എന്താ നിങ്ങള് ഈ പരിശുദ്ധമായ കിതാബുകളിലും രേഖകളിലും തങ്ങൾ നടത്തുന്ന വിശ്വസിക്കുന്ന ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ രേഖകളില്ല. അപ്പൊ ആദ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക, എന്നിട്ട് പിന്നെ ഇങ്ങനെ തപ്പുക, ഇതിൽ വല്ല രേഖയുണ്ടോ എന്ന് തപ്പുക. തപ്പിയിട്ട് കിട്ടിയില്ലെങ്കിലോ കിട്ടിയതിനെ കുറിച്ചിട്ട് രേഖാക്കുക. സലഫി പറയട്ടെ, പലരും ചെയ്യുന്നത് ആദർശം ആദ്യമായി ഉണ്ടാക്കുകയാണ്. ഓരോരുത്തരും മത്തിന് വായിക്കട്ടെ, സലഹി നമുക്ക് പറയാം. എന്തേ പറഞ്ഞത്? ഇവിടെ പലരും ചെയ്യുന്നത് ആദർശം ഇവിടെ ഉണ്ടാക്കുകയാണ്. അത് നമ്മളെ പറ്റിയാണല്ല എന്ന് ഉറപ്പാ. കാരണം നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇജ്മാഉം ഖിയാസും അടിസ്ഥാനപരമായ രേഖകളാക്കി മഹാന്മാരായ സലഫു സ്വാലിഹീകളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതും അവർ കാണിച്ചു തന്നതും അവർ നമ്മൾക്ക് ചെയ്ത് കാണിച്ചു തന്നതുമായ വിഷയങ്ങളാണ് നമ്മളിവിടെ പ്രമാണങ്ങളാക്കി പിടിക്കുന്നത്. നമ്മുടെ കരണിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നമ്മൾ ഇത്തിബാഅ് ചെയ്യുന്നത്. നബി തങ്ങളെ നമ്മൾ ഇത്തിബാഅ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് വിശ്വാസത്തിലോ കർമ്മത്തിലോ ഒന്നും നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടതില്ല. നേരെ മറിച്ച് വല്ല മൗലവീനെ ഇത്തിബാഅ് ചെയ്താൽ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയാ, ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാ, നാളെ പറഞ്ഞതാവൂല മറ്റന്നാൾ പറയാ. സക്കരിയാസ് പറയാ എല്ലാവരും അങ്ങനത്തെ മട്ടനുമ ചവിട്ടിയാൽ നേരെ നിൽക്കൂല. ഒരു സ്ഥലത്ത് ചവിട്ടുമ്പോ മറ്റത് പൊന്തണ്, മറ്റത് ചവിട്ടുമ്പോ മറ്റത് പൊന്തണ്. ഒന്ന് നേരെ നിൽക്കൂല. എന്തുകൊണ്ട്? അടിസ്ഥാനപരമായ പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി വക്രതയില്ലാതെ വസ്തുനിഷ്ഠമായി പഠിച്ചാൽ നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടും. പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം, മുൻവിധി ഒഴിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവർ പൊട്ടിച്ച് ചില ആദർശങ്ങൾ ആദ്യമെന്ന് പറഞ്ഞു വെക്കും. എന്നിട്ട് അവർക്കെത്തുകൊണ്ട് ഒരു പ്രമാണങ്ങൾ തിരയുകയാണ്. അവരുണ്ടാക്കി തീർച്ചിട്ടുള്ള കുറെ ആശയങ്ങൾക്ക് തെളിവുകൾ പ്രമാണങ്ങളിൽ തിരയുകയാണ്. വാസ്തവത്തിൽ പ്രമാണങ്ങളിൽ അതിന് തെളിവ് കാണാനാകുമ്പോ അപ്പൊ അങ്ങനെ ആദ്യം ആദർശം കുറെ ഉണ്ടാക്കും. എന്നിട്ട് ആദർശത്തിനൊപ്പിച്ച് പ്രമാണം തരും. നമ്മൾ സാധാരണ കാലിലൊത്ത ചെരുപ്പാ നോക്കി, ഇവർ ചെരുപ്പിനൊത്ത കാല് നോക്കി നടക്കല. അങ്ങനെ പ്രമാണങ്ങളിൽ കാണാതെ വരുമ്പോ എന്താ ചെയ്യാ? ഉള്ള പ്രമാണങ്ങളെ വളച്ചൊടിക്കുകയോ കള്ളരേഖകൾ കെട്ടിയുണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണതയാണെന്ന് പലരിലും കാണുന്നത്. ആ പലരാരാ? അവരോട് പറഞ്ഞാല് പലരിലും അങ്ങനെ പ്രവണത കാണുന്നുണ്ടത്രേ. ആ പലരുമാർ അതുകൂടെന്ന് പറയേണ്ടിയിരിക്കുന്നു. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരല്ല എന്നത് ഇവിടെ പച്ച പകൽ പോലെ വെളിച്ചമാണ്. ഇനി കേൾക്കണങ്ങള് ഇവിടെ പ്രസംഗിച്ച കഴിഞ്ഞ ഇവിടെ മുഖാമുഖം നടത്തിയ നാടകത്തിൽ പ്രസംഗിച്ച ഫൈസൽ മുസ്ലിയാർ, അയാൾ പറയാണ് സക്കരിയ സ്വലാഹിനെ കണ്ട ഞങ്ങൾ ബോധം കെടും. അത് ഞങ്ങൾക്ക് പണ്ടെന്നെ അറിയാം. ആ കോലപ്പ നമ്മൾ കണ്ടോലോ. അയാൾ പറയട്ടെ, പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ അങ്ങനെ തോന്നണി അതും വേണ്ട, സലാഹി വരാൻ റെഡിയാണ് എന്ന നിലയ്ക്ക് ഇവിടെ അദ്ദേഹം വന്നു മാത്രം. അങ്ങനെ വിട്ടു പറഞ്ഞല്ലോ. ഒരു മംഗലാപുരം സംഭവത്തിൽ വാനവി പറഞ്ഞു, എവിടെ സക്കരിയ സ്വലാഹി നന്ദി കണ്ടിട്ടില്ല. ഞാൻ അന്നേ പറഞ്ഞു സ്വലാഹിനെ കണ്ടെത്തുന്ന ബോധം കിട്ടുമെന്നത്. ഒരു സംശയവുമില്ല, ഒരു സംശയമില്ല. ബോധം കൊടുന്നുള്ള നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആദ്യം തന്നെ അറിയാം. ഇനി മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. പിന്നല്ലേ മുഖാമുഖം നടത്തല്. അന്ന സംഭവത്തിൽ അവിടെ പോയോ പിന്നെ ഒരു വിവരമില്ല. MT എന്തായി സംഗതി MT ആയി പോയി എന്നാ തോന്നുന്നു. MT ആയി പോയില്ലേ? ആ MT അബൂബക്കർ ദാരിമിയാണ് വേദിയിലുള്ളത്. ഉടലോടെ ഇവിടെയുണ്ട്. ധൈര്യമുള്ള കടന്നു വന്നു എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയുള്ള മുജാഹിദിന്റെ പ്രവർത്തകന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി MT ആയി എന്ന് പ്രസംഗിച്ചൊരു സാധ്യസം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ഇത് കാലവേളയാണ്. അതാണ് നേരത്തെ ബഹുമാനപ്പെട്ട രവി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇന്റർനെറ്റ് സൗകര്യമുള്ള കാലമാണ്. IT ലോകം പുരോഗമിച്ച കാലഘട്ടമാണ്. നിങ്ങൾ മിണ്ടിയത് മുഴുവൻ രേഖകളാണ്. പിന്നെ നിങ്ങൾക്ക് മാറ്റി പറയാൻ കഴിയില്ല. അതുകൊണ്ട് MT ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മുമ്പിൽ വന്നതിനെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞെങ്കിൽ അദ്ദേഹം ഉടലോടെയുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ധൈര്യമുള്ളവൻ കടന്നു വന്നു, ചോദിക്കാൻ ചോദ്യമുള്ളവൻ കടന്നു വന്നു. ഏത് നിലക്കാണ് നിങ്ങൾക്ക് മറുപടി വേണ്ടതെങ്കിൽ ആ മറുപടി അനുസരിച്ച് നിങ്ങൾ ചോദ്യമനുസരിച്ച് നിങ്ങൾക്ക് മറുപടി നൽകും. എത്രയും നിങ്ങൾക്ക് ചോദിക്കാം. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം എത്രത്തോളം നിങ്ങൾക്ക് കിട്ടണമോ അത്രത്തോളം ഞങ്ങൾക്ക് തരണമെന്നാണ് ആഗ്രഹമുള്ളത്. മോനെ 11 കൂടി കേൾപ്പിക്ക്. എന്താ വിഷയങ്ങൾ ഇപ്പൊ ഇവര് പറഞ്ഞെന്താ? നിങ്ങള് വിശ്വാസം പോലെ കർമ്മവും വേണമെന്നാണ്. ഇപ്പൊ നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ സ്വലാത്ത് ചൊല്ലാനുള്ള ആഹ്വാനുണ്ട്.
അത് ആയത്താർക്ക് ദുർവ്യാധിക്കേണ്ടതൊന്നുമില്ല, എല്ലാവർക്കും അതിന്റെ വ്യക്തമായ രസമായിട്ടുള്ള വിവരം അറിയും. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ സ്വലാത്ത് ചൊല്ലണം എന്നുള്ള ആഹ്വാനമുണ്ട്, പക്ഷെ സ്വലാത്ത് ചൊല്ലണില്ല. ദിക്ർ ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്, അത് ദിക്ർ ചൊല്ലേണ്ട സമയത്ത് ചൊല്ലണില്ല. അപ്പൊ ഒരു മൗലവി പറയാണ്, നിങ്ങളൊന്നും ആയാ പോരാ, നമുക്ക് വിശ്വാസത്തോട് കൂടെ കർമ്മങ്ങൾ ഉണ്ടാകണം, അതോടുകൂടെ നമുക്ക് ചില സത്യങ്ങളും പറയുന്നുണ്ട്, അത് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുണ്ട്. പറയട്ടെ, ഞാനൊരു തൗഹീദ് പ്രഭാഷകനാണ്, തൗഹീദ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ അടുക്കല് പ്രതിഫലം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാനൊരു തൗഹീദ് പറയുന്ന ആളാണ്, ഞാനൊരു സലഫിയാണ്, ഞാൻ ജിന്നൂരിയാണ്, ഞാനൊരു സ്വലാഹിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ വിശ്വാസത്തോടൊപ്പം കർമ്മങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു, നമ്മുടെ ജീവിതത്തെ അല്ലാഹു പരിഗണിക്കുക. അപ്പൊ വിശ്വാസത്തോടും കൂടെ കർമ്മങ്ങളും കൂടി ഉണ്ടാകണം. അപ്പൊ വിശ്വാസവും കർമ്മങ്ങളും ഒരേപോലെ വന്നെങ്കിലേ പടച്ചോനടുത്ത് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. മഹാന്മാരെ ആദരിക്കണമെന്ന് വിശ്വാസം ഉണ്ടായാൽ പോരാ, ആദരിച്ചു കാണിക്കണം. സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞാൽ പോരാ, ചൊല്ലി കാണിക്കണം. അല്ലേ? അപ്പൊ വിശ്വാസം ഉണ്ടായാൽ പോരാ, കർമ്മം കൂടി ചെയ്തെങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളിടത്തേക്ക് വരെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ബാക്കി നമ്മുടെ ജീവിതത്തിന് വിഗ്രഹനും ദ്വാരകനും ഉണ്ടാകേണ്ടതുണ്ട്. അത് തന്നെ ഞങ്ങളും പറയണത്, നമ്മുടെ ജീവിതത്തിൽ ദിക്റും ഉണ്ടാകണം, സ്വലാത്തും ഉണ്ടാകണം. പിന്നെന്തൊക്കെ ഉണ്ടാകണ്ടേ? മുജാഹിദാണെന്ന് കരുതിക്കൊണ്ട് വിഗ്രഹനും ദ്വാരകനും അവന്റെ ജീവിതത്തിൽ നിന്ന് വർജിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മുജാഹിദാണെന്ന് കരുതി ദിക്റും സ്വലാത്ത് ജീവിതത്തിൽ നിന്ന് വർജിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അത് ലീക്കി വീരാന്റെ വർജിക്കലാണോ എന്നറിയില്ല. നിസ്കാര ശേഷം ദിക്റും സ്വലാത്തും അതൊന്നും വർജിക്കാൻ പാടില്ല എന്നാ മൂപ്പര് പറയുന്നത്. അത് ഞങ്ങൾ പണ്ടേ പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും വർജിക്കാതെ എങ്ങനെയാണ് കൊണ്ടെടുക്കണമെങ്കിൽ അത് ആ നിൽക്കുന്നത് കൊണ്ടുവരുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വസ്തു തന്നെയല്ലേ, എന്തിനാ നിങ്ങളിതൊക്കെ മൂടി വെക്കുന്നത്? അല്ലേ? പണ്ടൊക്കെ ഒരു മുജാഹിദുകാരെന്ന് പറഞ്ഞാല് ബാപ്പ ആനുള്ള വാപ്പാന്റെ മോൻ നടക്കും പോലെ നടന്നീന്. ഇന്നിപ്പോ ഒരു മുജാഹിദുകാർ അങ്ങാടി കൂടെ നടക്കുമ്പോ അടക്ക കട്ട കള്ളം പോണാരിയാ പോണേ. മടിയാണ് മുജാഹിദുകാരെന്ന് പറയാം. ഓൻ ജിന്ന, ഓൻ സൈത്താന, ഓൻ ഏതാ ഗ്രൂപ്പ്? ഇന്നുള്ള ഗ്രൂപ്പല്ല നാളുള്ള ഗ്രൂപ്പല്ല മറ്റന്നാള്. ഇതിങ്ങനെ വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുക എന്ന് പറഞ്ഞ ആ ഒരു സിദ്ധാന്തമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഹക്കാണ് പറയാനുള്ളതെങ്കിൽ ഒന്നേ പറയാണ്ടാവുള്ളൂ. ഹക്കാണ് പറയാനുള്ളതെങ്കിൽ ഒന്നേ പറയാണ്ടാവുള്ളൂ. നിങ്ങൾ മാറ്റി പറയുന്നത് ഇന്ന് ഇബാദത്തിന് നിർവചനം പറയുന്ന വിഷയത്തിൽ മംഗലാപുരം സംവാദത്തിൽ ബഹുമാനപ്പെട്ട MT ഉസ്താദിന്റെ നേതൃത്വത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് മുമ്പിൽ ഇബാദത്തിന്റെ പ്രാർത്ഥനയുടെ അർത്ഥം പറയാൻ, തഅരീഫ് പറയാൻ എത്ര നേരം നിങ്ങൾ വെള്ളം കുടിച്ചു? അല്ലേ? നിങ്ങള് മുമ്പ് കഴിഞ്ഞ റഷീദുദ്ദീൻ മുസ്ലിമല്ലേ അദ്ദേഹം ബുക്കിലെടുത്ത് കാണിച്ച് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ ഒരു ലേഖനമെടുത്ത് കാണിച്ച് ഇതിലുള്ളതാ ഞങ്ങളും വരുന്നത്. എന്തോ നിങ്ങൾക്ക് ഇബാദത്തിന്റെ താരീഫ് പറയാനൊരു പേടി? അത് ഇബാദത്തിന് നിർവചനം പറയുന്ന വിഷയത്തിൽ, ഇബാദത്തിന്റെ താരീഫ് പറയുന്ന വിഷയത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മർമ്മം തൊട്ടറിഞ്ഞ വിശദീകരണം പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഇവിടെ അങ്കലാപ്പുകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഓരോരോ മൗലവിക്ക് തോന്നുന്നത് അവർക്ക് തോന്നുന്നത് പോലെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രമാണമോ, നിങ്ങൾക്ക് ഖുർആനോ, നിങ്ങൾക്ക് ഹദീസോ ഒരു കൊണ്ടും നിങ്ങൾക്കറിയില്ല. ആ രൂപത്തിലാണ് നിങ്ങളുടെ പോക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദിക്റാൽക്കുകളെ അതിശക്തമായിട്ട് വിമർശിക്കുന്നു. സ്വലാത്ത് ശരിയാണ്, ഉള്ളിങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ദിക്ർ ഹൽക്കകളെ ഞങ്ങൾ നിശിതമായി വിമർശിക്കുന്നു, സദസ്സുകളെ അതിനിശ്ചിതമായി വിമർശിക്കുന്നു. പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് വിഗ്രഹങ്ങൾ ഉണ്ടാകണം. നേരത്തെ ഇവിടെ പറഞ്ഞ മംഗലാപുരം സംവാദത്തിന്റെ ആ CD നമുക്ക് ഇവിടെ സമ്മേളന നഗരിൽ ലഭിക്കും. അത് ബന്ധപ്പെട്ടവർ കൊണ്ടുവരുമ്പോൾ നിങ്ങളൊക്കെ അത് കോപ്പി കൈപ്പറ്റുകയും അവരുടെ പൊള്ളത്തരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവരെ കുറച്ച് പുറത്തു വരട്ടെ. നിങ്ങളുടെയും ജീവിതത്തിന് വിഗ്രഹങ്ങൾ ഉണ്ടാകണം. തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും അതാണ് കലിമത്ത് തയ്യിബ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദിക്റുണ്ടാകണം, തസ്ബീഹ് ഉണ്ടാകണം, സ്വലാത്ത് ഉണ്ടാകണം. അതാണ് കലിമത്ത് തയ്യിബ്. ഇത് മൂല്യാരല്ല മക്കളെ, മൗലവിയാണ്. പരിണാമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കലിമത്ത് തയ്യിബ് റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇലൈഹി യസ്അദു കലിമത്ത് തയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉഹു. നോക്കൂ, അല്ലാഹുവിനെ സ്മരിക്കുന്ന ഇത്തരം ഉത്തമ വചനങ്ങളും സൽക്കർമ്മങ്ങളുമാണ് റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഇനി അദ്ദേഹം ഒരു കാര്യം, ഇവിടെയുള്ള മുജാഹിദുകളോട് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ നിങ്ങള് നിസ്കാരം കഴിഞ്ഞാൽ ചുമരുമക്ക് റബ്ബർ ബന്ധം എറിഞ്ഞമാതിരി പോകല്ലേ മക്കളെ എന്നപ്പത്ത തൗഹീദ്.
പിന്നെ അവിടെ ഇരുന്ന് ചൊല്ലേണ്ടത് ചൊല്ലണം, ഓതേണ്ടത് ഓതണം എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ദഅവത്തിന്റെ വിജയം എന്നത്. പറയട്ടെ, നിങ്ങളുടെയും ജീവിതത്തിൽ അതുണ്ടോ ഊഷിപ്പിക്കേണ്ട നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതാണ് സഹോദരങ്ങളെ. പക്ഷേ സുബഹിക്ക് ശേഷം, നമസ്കാര ശേഷം ചില ദുആകളും ചില ദിക്റുകളും അതുപോലെ മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ. ഉണ്ട് ഒക്കെ ഉണ്ട്. നിസ്കാരത്തിന് ശേഷം ദിക്റുകളും ദുആകളും മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ പോരാ, അതൊക്കെ ജീവിതത്തിൽ കൊണ്ടെടുക്കണം. അങ്ങനെ നല്ല മനുഷ്യന്മാരെയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ മാതിരി ഈമാനും തഖ്വയും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഒക്കെ ഉണ്ടാവും. അതൊന്നും നിർവഹിക്കാതെ പോകലാണ് മുജാഹിദിന്റെ ഐഡന്റിറ്റി എന്ന് നാം തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് ഞങ്ങളാണ് ആ തെറ്റിദ്ധരിച്ചത്. അവൾ ആ തെറ്റിദ്ധാരങ്ങളൊക്കെ നീക്കി കൊടുത്തിട്ട് അങ്ങനൊന്നും നല്ലൊരു മുജാഹിദ് എന്ന് ആ സമുദായത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ദിക്റുകൾ ചൊല്ലേണ്ടത് ചൊല്ലണം. അതിന് നമ്മളും പറയണേ, ദിക്റുകൾ ചൊല്ലേണ്ടത് ചൊല്ലണം, ഓതേണ്ട വചനങ്ങൾ ഓതണം. ഓതേണ്ടത് ഓതണം. അങ്ങനെ തന്നെ നമ്മളും പറഞ്ഞ, അത് നിങ്ങളും പറയുന്നുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അങ്ങനെ പറ, ഓരോരോ വേദികളാണ് പറ. അവ ദിക്റുകൾ ചൊല്ലേണ്ടത് ചൊല്ലണം, ഓതേണ്ട വചനങ്ങൾ ഓതണം, ആയത്തുൽ കുർസി ഓതണം, ആമന റസൂൽ ഓതണം. അപ്പൊ ഓതേണ്ട സമയത്തും ചൊല്ലേണ്ടത് ചൊല്ലേണ്ട സമയത്തും അതങ്ങനെ കൃത്യമായിട്ട് ചെയ്യണം. അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോരാ, ചെയ്യണമെന്ന് വിശ്വസിച്ചാൽ പോരാ, അത് ചെയ്യും വേണോ. ഞാനൊരു മുജാഹിദാകണമെങ്കിൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ റബ്ബർ പന്ത് ചുവരിലേക്ക് എറിഞ്ഞതുപോലെ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഓടിപ്പോകണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഏതായാലും ഇല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാകരുത്. ഏതുണ്ടാകരുത്? നിസ്കാരം കഴിഞ്ഞാൽ ചുമരമക്ക് റബ്ബർ പന്ത് എറിഞ്ഞതുപോലെ ഓടിപ്പോകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പരിണാമങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിച്ചത് നിങ്ങൾ ശരിക്കും പഠിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴാണ്. ആ പഠിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ നിങ്ങൾക്ക് ഇത് രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ ചിന്തയും നിങ്ങൾ പഠിച്ചിട്ടുള്ള വിവരങ്ങളും ആർക്കോ വേണ്ടി നിങ്ങൾ പണയപ്പെടുത്തി. നിങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ പഠിച്ച പരിശുദ്ധ ഖുർആനിന്റെയും അതിന്റെ നിർവചനങ്ങളും തഫ്സീറിന്റെ ഉലമാക്കൾ പറഞ്ഞതും മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞതും മദ്ഹബിന്റെ ഇമാമുമാർ പറഞ്ഞതും അതൊക്കെ നിഷ്പക്ഷമായി നിങ്ങൾ പഠിച്ചാൽ, ആ നിഷ്പക്ഷമായി നിങ്ങൾ മനസ്സോടുകൂടെ നിങ്ങൾ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ ഹത്തേ പറയാനുണ്ടാകൂ. പക്ഷേ നിങ്ങൾ മുൻവിധിയോടുകൂടെ ആരൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ട നാടകങ്ങളും ഈ മുഖാമുഖ നാടകങ്ങളും ഇനി സമുദായത്തിന് മുമ്പിൽ വിലപ്പോകില്ല എന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. എത്ര വൈരുദ്ധ്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടന്ന മുഖാമുഖ നാടകത്തിൽ ഫൈസൽ മൗലവി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? നാരിയത്ത് സ്വലാത്ത് ശിർക്ക് തന്നെയാണ്. ഞാനത് കേൾപ്പിക്കും. നാരിയത്ത് സ്വലാത്ത് ശിർക്ക് തന്നെയാണ്. എന്നാൽ ഇവിടെ പ്രസംഗിച്ച സക്കറിയ സ്വലാഹി തൊട്ടു മുമ്പ് ചേലേമ്പ്ര വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് നാരിയത്ത് സ്വലാത്ത് ശിർക്കും ആവും, ശിർക്കല്ലാതെയാകും. നിങ്ങൾ ആലോചിക്കണം ഇവിടെ വൈരുദ്ധ്യങ്ങൾ, ആദർശപരമായ പാപ്പരത്വം. നാരിയത്ത് സ്വലാത്ത് ശിർക്കാകണ അവസരമുണ്ട്, ശിർക്കല്ലാത്ത അവസരമുണ്ട്. നിങ്ങൾ മുമ്പ് നിർവചനം പറയുന്നുണ്ട്. ആ നാരിയത്ത് സ്വലാത്തിൽ പറയുന്ന നബിയെ നിങ്ങൾക്ക് കെട്ടുകൾ അഴിക്കാൻ കഴിയും, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ കഴിയും, ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കഴിയും എന്ന് പറയുന്ന ആ വിശ്വാസത്തോട് കൂടെ ചൊല്ലിയാൽ അത് ശിർക്കാണ്. അതൊന്നുമില്ല, ഒരു ഉദ്ദേശമില്ല. ഒരു സ്വലാത്തി എന്ന നിലക്ക് ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല. അതത് ശിർക്കാണെന്ന് ഇവിടെ വെച്ച് പ്രസംഗിച്ച ഫൈസൽ മൗലവിയുടെ പ്രസംഗം കേൾക്കുക. മോനെ അത് കേൾപ്പിച്ചമാരെ ഒരാൾ ഈ ആളുകൾ തന്നെയാണ്. പിന്നെ എന്തെങ്കിലും പറയേണ്ടത് അതിനാണ് നാരിയാസ്ലാത്ത് പറഞ്ഞത്. എത്രയോ സ്ഥലത്ത് ഞങ്ങളൊക്കെ വിശദീകരിച്ചു. സക്കരിയാസ്ലായി എണ്ണത്താണി വെച്ച് വളരെ ഭംഗിയായി നാരിയാസ്ലാത്തുമായി ബന്ധപ്പെട്ട വിശദീകരണം കൊടുത്തു. അതൊന്നും വേണ്ട. വളരെ ഭംഗിയായി അവിടെ പറഞ്ഞിരിക്കണമെങ്കിലും ചേലേമ്പറിന് വളരെ പൊങ്ങിയായി അത് മാറിയിട്ടുണ്ട്. കാരണം ഒരിക്കൽ പറഞ്ഞത് പിന്നെ ഓർമ്മയില്ലല്ലോ. ഒരിക്കൽ പറഞ്ഞത് പിന്നെ ഓർമ്മയില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ഒരിക്കൽ ഇന്ന് ഇവിടെ പറഞ്ഞത് തന്നെ നാളെ മറ്റൊരു പറയണം, അത് തന്നെ മറ്റന്നാളും പറയേണ്ടത്. അങ്ങനെ പറയണമെങ്കിൽ അടിസ്ഥാനപരമായ പ്രമാണം കയ്യിൽ വേണമല്ലോ. ആ പ്രമാണമില്ലാത്തതാണ് നിങ്ങളൊക്കെ ഈ നിലയ്ക്ക് പിന്നെ വഞ്ചിതരാക്കിയിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതൊന്നും വേണ്ട. ഈ പിന്നെ നന്ദിയിൽ പഠിച്ച ഈ ദാരിമിമാരെ മുമ്പൊന്ന് മംഗലാപുരം സംവാദത്തിലല്ലേ നമ്മൾ പറഞ്ഞത്? നാരിയാസ്വാദത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊണ്ടുവെക്കുന്ന വിശ്വാസം ശിർക്ക് തന്നെയാണ്. അതിനാൽ നാരിയാസ്വാദം ശിർക്ക് തന്നെ. ഒരു പറഞ്ഞു ഞങ്ങൾക്ക് ആ വിശ്വാസം ഇല്ലാന്ന്. تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم.
നബിയെ കൊണ്ട് ബുദ്ധിമുട്ട് ഒഴിവാകും, നബിയെ കൊണ്ട് ആഗ്രഹം സഫലീകൃതമാകും, നബിയെ കൊണ്ട് ആഗ്രഹങ്ങൾ പൂർത്തിയാകും, നബിയെ കൊണ്ട് എല്ലാ കെട്ടിക്കൊടുക്കും വഴിയും എന്ന് പറയുന്ന വചനത്തിന് നിങ്ങളുടെ ഉദ്ദേശം നബി അറിയും, നബി കേൾക്കും, നബി കാണും, നബി നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടും, നബി അത് പരിഹരിക്കും, നബി കെട്ടിക്കൊടുക്കഴിക്കും, നബി പ്രയാസം ദൂരീകരിക്കും എന്നാണ് നിങ്ങളുടെ വിശ്വാസം. നിങ്ങളുടെ രാജ്യത്ത് ശിർക്ക് തന്നെ എന്ന് വിഷയാവതത്തിൽ പറഞ്ഞു, ചോദ്യോത്തരവേളയിൽ പറഞ്ഞു, അവസാനത്തെ സംസാരത്തിലും പറഞ്ഞു. എന്നിട്ട് പോലും ഇവര് പറഞ്ഞില്ല, ആ വിശ്വാസം ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നവര് പറഞ്ഞില്ല. അതുകൊണ്ട് എന്താ അതിന്റെ സത്യാവസ്ഥ? നിങ്ങൾ മംഗലാപുരം മുഖാമുഖത്തിന് CD വിളക്കിട്ടും നിങ്ങളത് കേൾക്കണം. അത് നിങ്ങൾ കേട്ട് വളരെ വസ്തുതമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മംഗലാപുരം മുഖാമുഖത്തിൽ ചോദ്യങ്ങൾ കക്കവിട്ട് മറുപടി പറയുകയും മറുപടി പറയാൻ കഴിയാതെ ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ട് അന്ന് അപസ്മാരളക്കിയ ചിന്നൂരികൾക്കൊന്നും ശരിക്കും സുഖമായിട്ടില്ല. അന്ന് അപസ്മാരളക്കി പലരും പോയിട്ടൊന്നും സുഖമായിട്ടില്ല. സുഖം ഉണ്ടെങ്കിൽ വരട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ പച്ചക്കളവുകൾ പറയാ നാരിയത്ത് സ്വലാത്ത് ശിർക്ക് തന്നെ എന്നാണ് ഇവിടെ വെച്ച് പ്രസംഗിച്ച ഫൈസൽ മൗലവി പറഞ്ഞത്. എന്നാൽ ഇവിടെ വെച്ച് പ്രസംഗിച്ച ആ വേദിയിൽ പങ്കെടുത്ത സക്കറിയ സ്വലാഹർ മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കൊന്ന് കേൾക്കുക. നാരിയത്ത് സ്വലാത്തില് ശിർക്കുണ്ട്, ശിർക്കില്ലാതെ തർക്കം പുതുതായിട്ടുണ്ടായിട്ടുണ്ട്. അത് ശിർക്കാവുന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ ശിർക്കുണ്ട്, ശിർക്കല്ലാത്ത രൂപത്തിൽ വ്യാഖ്യാനിച്ചാൽ ശിർക്കുണ്ടാവില്ല. എന്നാ നമ്മൾ ശിർക്കില്ലാതെ വ്യാഖ്യാനിക്കുക. എന്നാ നമ്മൾ ശിർക്കില്ലാതാണ് വ്യാഖ്യാനിക്കുക. നിങ്ങളുണ്ടോ ചൊല്ലാൻ? നിങ്ങൾ ശിർക്കില്ലാതാണ് വ്യാഖ്യാനിച്ചത് നാരിയത്ത് സ്വലാത്ത് ചൊല്ലാൻ സക്കറിയ സ്വലാഹ് അടക്കമുള്ള ജിന്നൂരികൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് ശരി. അപ്പൊ ശിർക്കോടുകൂടെ വ്യാഖ്യാനിച്ചാൽ തെറ്റാണ്, ശിർക്കില്ലാതെ വ്യാഖ്യാനിച്ചാൽ തെറ്റാണ്. എന്നാൽ ശിർക്കില്ലാതെ വ്യാഖ്യാനിക്കാം, നമ്മൾ എന്തെങ്കിലും ഒത്തപ്പിച്ചു പോകാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണേ. മോനെ തർക്കം നമ്മൾ കേൾക്കട്ടെ. സ്വലാത്തില് ശിർക്കുണ്ട്, ശിർക്കില്ലാതെ തർക്കം പുതുതായിട്ടുണ്ടായിട്ടുണ്ട്. അത് ശിർക്കാവുന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ ശിർക്കുണ്ട്, ശിർക്കല്ലാത്ത രൂപത്തിൽ വ്യാഖ്യാനിച്ചാൽ ശിർക്കുണ്ടാവില്ല. നബിയെ കൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നത്, നബിയെ കൊണ്ടാണ് കെട്ടിക്കൊടുക്കൽ അഴിയുന്നത് എന്ന് പറഞ്ഞ ഒരാൾ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, നമ്മുടെ പ്രയാസങ്ങൾ നീക്കി തരുന്നുണ്ട്, നമ്മളെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നുണ്ട് എന്നൊക്കെ വിശ്വാസത്തിലാണ് അത് പറയുന്നെങ്കിൽ അത് ശിർക്കാണ്. ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെ പറയണ്ട. നിങ്ങളും കൂടി കൂടിത്തരാൻ വേണ്ടി അങ്ങനെ പറയണ്ട. ഇങ്ങനെ പറയുന്ന മാതിരി പറഞ്ഞു നോക്കുക, അത് പറയട്ടെ. അത് ശിർക്കാണ്. പക്ഷെ ഒരാൾ പറയാം, ഞാൻ അങ്ങനെ ഉദ്ദേശിക്കില്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് പറയുന്ന കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, റസൂലിനെ മദഹ് ചെയ്താണ്, നബിയെ കൊണ്ടാണ് പ്രയാസങ്ങൾ നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ച ജീവിത രീതി കൊണ്ടാണ്, നബി പഠിപ്പിച്ച ദുആ ദിക്റുകൾ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ശിർക്ക് വരില്ല. അയാൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ശിർക്ക് വരാത്ത പോലത്തെ നമ്മളാണ് ചെല്ലാം. അപ്പൊ ആ നിലക്ക് വിശദീകരിച്ചാൽ ശിർക്ക് വരൂല. ഏത് നിലയ്ക്ക്? ഒരു സ്വലാത്ത് ചെല്ലാണ് എന്ന നിലക്ക് ചൊല്ലിയാൽ അതിന് ശിർക്കില്ല. അത് ഈ നിലക്ക് റസൂലുള്ളാഹി തങ്ങൾ ഈ പറയപ്പെട്ട കെട്ടടിക്കും പ്രയാസങ്ങളൊക്കെ തീർത്തു തരുമെന്ന വിശ്വാസത്തിലാണ് ശിർക്കെങ്കിൽ ആ വാദമല്ല ഇവിടെ ഫൈസൽ മൗലവി ഇവിടെ വാദിച്ചിട്ടുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ നിങ്ങളുടെ പ്രസംഗത്തിൽ മുഖാമുഖത്തിൽ വരുന്ന ആളുകൾക്ക് തന്നെ ഒരു കോർഡിനേഷൻ ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നന്ദിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള മുഖാമുഖ നാടകം പരസ്യമായി സമുദായത്തിന് മുമ്പിൽ നിങ്ങൾ വഷളാകുന്ന രൂപത്തിലാണ് അതിൽ നിങ്ങൾ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് എന്നിവിടെ തടിച്ചുകൂടിയ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും അത് അതിന്റേതായ തനതായ രൂപത്തിൽ മനസ്സിലാക്കി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിഷയങ്ങൾ അതുപോലെ മനസ്സിലാക്കി ഈമാനോടുകൂടെ മുസ്ലിമായി ജീവിച്ച് മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്തു തൗഹീദ് ചൊല്ലി ഈമാനോടുകൂടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സത്യമായ അഹ്ലു സുന്നയുടെ പാതയിലേക്ക് കടന്നു വരണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇനി ബഹുമാന്യരായ MT ഉസ്താദിന്റെ സംസാരമുണ്ട്. അതിനുശേഷം ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരത്തിലുള്ള സമയം വേണം. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ദുആ ചെയ്യണമേ എന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.